ആവശ്യക്കാരായിട്ട് നോക്കി നിൽക്കാൻ ഇവിടെ ആരും വേണ്ട. ഇവിടെ അടുക്കള നിൽക്കുവാണെങ്കിൽ എന്തെങ്കിലും ജോലിയും വേലയും ചെയ്യണം. അമ്മൂമ്മ മനഃപൂർവ്വം എന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയാണല്ലേ? നീയും ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാറുണ്ടല്ലോ. എന്റെ ദൈവമേ, ഈ വീട്ടിൽ സ്വസ്ഥത എന്ന് പറഞ്ഞ സാധനമില്ലല്ലോ. ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ നല്ല കാര്യം ചെയ്താലും അവസാനം ലച്ചു പുറത്ത്. കുഴപ്പമില്ല, എനിക്കറിയോ ഈ വീട്ടിലുണ്ടല്ലോ ഒരു ഒറ്റ എണ്ണം പോലും ഇല്ല മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നത്. லெச்சு நீ அப்படியெல்லாம் சொல்லக்கூடாது லெச்சு. அம்மா வந்து எதா கோவத்துல எதா சொல்லுவாங்க. நீயும் அப்படித்தானே, கோவம் வந்துன்னா நீயும் சொல்லுவல. அதுக்கு இப்படியெல்லாம் பேசலாமா? ഓഹോ, അപ്പൊ അമ്മു പറഞ്ഞ കേട്ടിട്ടാണോ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ? അമ്മൂമ്മ എന്തിനാ അമ്മു പറഞ്ഞേ? டே அம்மா சொன்னது இல்லடா, அம்மா வந்து அவளை கிண்டல் பண்ணாங்க. அதுக்குதான் அவ வருத்தப்பட்டு இருக்கா. എന്ത് കിണ്ടൽ പണിന്ന്? കനകം, ഞാൻ എന്ത് കളിയാക്കിയെന്നാ നീ പറയുന്നത്? நீங்க கிண்டல் பண்ணீங்க அம்மா. கொஞ்சம் முன்னாடி என்ன நடந்ததுன்னு யோசிச்சு பாருங்க. நீங்க லெச்சு கிட்ட சொன்னீங்கல்ல, உங்களை திட்டுற மாதிரி சித்துவ திட்டினா அவங்கிட்ட இருந்து நல்லா கிடைக்கும்னு சொல்லிட்டு நீங்க சிரிச்சு வந்தீங்கல்ல. പറഞ്ഞ എനിക്കും ഓർമ്മയില്ല, കേട്ട ലച്ചുവിനും ഓർമ്മയില്ല. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരുന്നേ? അമ്മൂമ്മ കൂടുതൽ പറയുമൊന്നും വേണ്ട. അമ്മൂമ്മയ്ക്ക് ഇപ്പൊ പഴയതുപോലെ എന്റെ അടുത്ത് വലിയ സ്നേഹമൊന്നുമില്ല. നിങ്ങളൊക്കെ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാണ് സിദ്ധു ഇപ്പൊ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങണത്. ചേച്ചി ഇവിടെ ചേച്ചി പോട്ടെ, വിട്ടടാ. നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. അമ്മൂമ്മ നേരെ അമ്മൂമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ചുമ്മാ ചേച്ചി ചൂടാവില്ലേ, കേട്ടല്ലോ. ഇനിയിപ്പോ അമ്മൂമ്മക്ക് ചൂടായാ പറ്റുന്നുണ്ടെങ്കിൽ അമ്മൂമ്മ എന്റെ അടുത്ത് ചൂടായി. എന്റെ അടുത്തും ചൂടായിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആഹാ, ഒരു വിഷമം വന്നപ്പം ഒരു വയറ്റ് പറഞ്ഞവരെല്ലാരും കൂടെ ഒന്നായി. ഇക്കണക്കിനാണെങ്കിൽ 2-3 വർഷം കഴിയുമ്പം എന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് കളയുമല്ലോ. എന്തോന്നാ ഇത് കോറസ് പോലെ? മോനെ, ലച്ചുവിനെ വിളിച്ചോണ്ട് അപ്പുറത്തോട്ട് പോകും. ലച്ചു, എനിക്ക് അറിയാൻ മേലാത്തോട്ട് ചോദിക്കുക, ഈ വീട്ടിൽ നിനക്ക് വേറെ ആരെയും കിട്ടില്ല മെക്കിട്ട് കയറാൻ വേണ്ടിട്ട്? പാവം നമ്മളെ അമ്മൂമ്മയെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക വെറുതെ. ഇനിയിപ്പോ നീയും തുടങ്ങിക്കോ. ദൈവം സത്യം പറയണ്ടല്ല, ഈ വീട്ടിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാ മതി എന്നാണ്. ഒരു കാര്യം ചെയ്യാൻ അങ്ങനെയാണെങ്കിലേ മാവൻ ചോട്ടി പോയിരിക്കും, എന്നിട്ട് തലയിൽ ചൂടങ്ങ് പോകുമ്പോ കയറുവാ. നിനക്കുള്ള ഞാൻ തരാൻ കേട്ടോ. ഇവിടെ എന്തോന്നൊക്കെ അമ്മൂമ്മ കാണിക്കുന്നത്? ഓരോ സമയത്തും ഓരോ സ്വഭാവമാ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ മോനെ. അതാളിയാ, ചേച്ചി ഇങ്ങനെയാണ് സ്നേഹമുള്ളവരടുത്ത് ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുന്നത്. ഒന്നും പറഞ്ഞോണ്ട് ഇപ്പം ചേച്ചി എടുത്ത് ചുമ്മാ എല്ലാവരും കൂടെ ദേഷ്യപ്പെടാൻ നിൽക്കില്ല, കേട്ടല്ലേ? എല്ലായിടത്തും കൂടാണ്. അല്ല, ഇതിപ്പോ ആരോട് എന്തു പറഞ്ഞതിന്റെ പേരില വിഷു എന്നെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. കുറ്റം മൊത്തം ഇപ്പൊ എനിക്കാ മോനെ. അളിയാ, അല്ലെങ്കിൽ വേണ്ട. നീ എന്തോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ஐயோ தாயே, சும்மா பார்த்தேன், ஒன்னும் இல்ல. എനിക്ക് വെച്ചിട്ടുണ്ട്. അളിയാ, ഓ, ചേച്ചി ഭയങ്കര ദേഷ്യത്തിലാ. മാവൻചട്ടി തന്നെ ഇരിക്കുക. ആ അവളവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ വിളിച്ചിട്ട് വന്നില്ല. എന്തിനാ പാറോളി വിളിക്കാൻ പോയേ? അളിയാ, അളിയനൊന്ന് വന്ന് വിളിക്ക്. ചേച്ചി അങ്ങനെ ഒന്നും താഴത്തില്ല. ഞാനും അങ്ങനൊന്നും താഴത്തില്ല. ആ, നമുക്കറിയാം. എന്തോന്നറിയാന്ന്? അളിയൻ 1 മണിക്കൂർ പോലും ചേച്ചി അടുത്ത് പിണങ്ങിയിരിക്കത്തില്ല. 1 മണിക്കൂറാ? ഒന്ന് പോ പാറോളി അവിടെ. ഞങ്ങളെ 3 ദിവസം വരെയൊക്കെ മിണ്ടായിരുന്നിട്ടുണ്ട്. പിന്നെയാ എപ്പോഴും എന്നിട്ട് അവൾ എന്റെ അടുത്ത് വന്ന് കാല് പിടിച്ച് എന്നിട്ട് പറഞ്ഞ് ഇനി എന്റെ അടുത്ത് മിണ്ടാൻ വരല്ലേന്ന്. എങ്ങനെയാണെന്ന് ആരാ മോളുടെ അടുത്ത് പറഞ്ഞേ? അങ്ങനല്ല കേട്ടോ. ആറൂസ് ചെല്ല് ചെല്ല് ചെല്ല്, അകത്തക്കാനും പോയിരി. അളിയാ, നിങ്ങള് 3 ദിവസം പിണങ്ങിയിരുന്നെന്ന് പറഞ്ഞില്ലേ? അളിയൻ ഈ പ്രാവശ്യം ലീവിന് വന്നപ്പോഴാണോ? ഇപ്രാവശ്യം ലീവിന് വന്നപ്പോഴല്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോ. ഞാൻ ആ, അപ്പൊ ഞാൻ ജനിച്ചു കാണത്തില്ലല്ലേ? ചെല്ല് 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 ചെല്ല്, അകത്തോട്ട് പോ. ആറൂസേ കൊറേ ആവുന്നുണ്ട് കേട്ടാ. ചെല്ല്. നിങ്ങൾ രണ്ടുപേരും എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നേ? ആരെങ്കിലും ഒന്ന് മിണ്ട്. നിനക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ചെല്. ഞാൻ കുറച്ചു നേരം ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ തനിക്ക് സ്വസ്ഥത കിട്ടൂലേ? എനിക്ക് നല്ല സ്വസ്ഥത കിട്ടിയായിരുന്നു. ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? നീ ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല സിദ്ധു.
കുറച്ച് കാശും പ്രമോഷനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്വഭാവമൊക്കെ അങ്ങ് മാറി തുടങ്ങി. അങ്ങനെ പലർക്കും തോന്നും, ഒരു ജോലിയും കൂലി ഇല്ലാതെ വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുവല്ലേ, അപ്പൊ ഇങ്ങനെ പലതും ആവാമല്ലോ. ഇപ്പൊ എന്റെ കുഴപ്പം കണ്ടുപിടിക്കലാണല്ലോ നിന്റെ മെയിൻ ജോലി. കുഴപ്പം കാണിച്ചാ കണ്ടുപിടിക്കേണ്ടി വരും ലച്ചൂസേ. ഞാൻ എന്താ കാണിച്ചേ? നീ കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സിദ്ധു, ഞാൻ കുറെ ആയി ശ്രദ്ധിക്കുന്നു, നീ ഇവിടെ ഉള്ളവരുടെ മുമ്പിൽ വെച്ചിട്ടേ എന്നെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, അവിടെ കുഴിപ്പളത്ത് അച്ഛന്റെ അമ്മയുടെ മുമ്പിലൊക്കെ അച്ഛനെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്, പിന്നെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ലച്ചു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എപ്പോഴും ഞാൻ എന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നിന്നെ ഇടിച്ചാടി സംസാരിച്ചു? ഒന്ന് പറഞ്ഞേ, സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞേ. കുറെ നേരം കിടന്ന് സംസാരിക്കുന്നു, എന്തുവാ? ആ പ്രശാന്ത് ഏട്ടന്റെ വീട്ടിൽ വെച്ചിട്ട് നീ ഒന്നും മിണ്ടായിരുന്നേ, ഞാൻ ഫോൺ എടുക്കാൻ പോകുന്ന കാണാൻ പറ്റില്ല നിനക്ക്. കാര്യം സംസാരിച്ചോടിക്കുമ്പോഴേ ഫോണിന്റെ കാര്യം സംസാരിക്കുന്നത്. ലച്ചു, ഫോണിൽ തന്നെ ഫോൺ തരുന്നില്ല, ഫോൺ തരാൻ പറ്റില്ല, ഫോൺ തരില്ലെന്ന് ഞാൻ പറഞ്ഞു, ഫോൺ തരൂലെന്ന്. ഫോണിൽ തന്നെ എന്തുവിടെ ഒരു കാര്യമില്ലാതെ എന്റെ ഫോൺ അടിച്ചു വെക്കുക കേട്ടോ അവള്. എന്താണ് ചേച്ചിയുടെ പ്രശ്നം? ഫോൺ എന്ത്? കോഡ് ഇങ്ങോട്ട്, ഫോൺ കൊടു. ആ ഫോൺ കൊടുക്കാൻ പറ്റൊന്നുമില്ല. ഫോൺ കൊടു. ഇല്ല, പറ്റത്തില്ല. ഫോൺ കൊടു. മുഴുങ്ങി തിന്നെ ഫോൺ. എനിക്കെന്തിനാ തന്റെ ഫോൺ? ചേട്ടാ, എന്റെ ലോക്ക് ഒന്ന് അയച്ചു തരാമോ? എന്തിനാ? എനിക്ക് ഗെയിം കളിക്കാനാ. ഞാൻ ഒരു ടാങ്ക് ഇപ്പൊ